കൊട്ടിഘോഷിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു പാളുന്ന രീതിയിൽ തൂഫാൻ, പൊളിയുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനം. കേരളം പൊതുവെ ശ്രദ്ധിച്ച ഒരു പരിപാടിയായിരുന്നു. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ആ കാര്യം. അടുപ്പക്കാർ കുടുങ്ങിയതോടുകൂടി കൊട്ടിഘോഷിച്ച് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ കെട്ടടങ്ങുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങി വരുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും പെരുമ്പാവൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് ഹുസൈനും സംഘവും പിടിയിലായതോടെ തൂഫാൻ പദ്ധതി നിലക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലേക്ക് രാസലഹരി എത്തിച്ച് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രമുഖ കണ്ണിയാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അധികാരത്തിൻ്റെ മറവിലും സംരക്ഷണത്തിലുമാണ് ലഹരിക്കടത്ത് നടന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും ഏതു സമയത്തും കടന്നു പോകാൻ അവകാശമുണ്ടായിരുന്ന, അധികാരമുണ്ടായിരുന്ന ഒരാളാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. 2 3 പ്രാവശ്യമാണ് ഞാൻ കണ്ടത് എന്നൊക്കെ നേരത്തെ പറഞ്ഞതിൻ്റെ കളവ് നമ്മളിവിടെ കൃത്യമായിട്ട് വസ്തുതാപരമായിട്ട് തെളിവോടെ അവതരിപ്പിച്ചതാണ് അല്ലെന്ന്. 40ലേറെ തവണ ഇരുവരും പലയിടങ്ങളിൽ വെച്ച് കണ്ടു എന്നുള്ളതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിച്ച വിവരങ്ങളിൽ തന്നെ വ്യക്തമാണ്. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ 1ലേറെ തവണ നിയമസഭയിലെ ഓഫീസിൽ വെച്ചു ഹുസൈൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പറവൂരിലെ MLA ഓഫീസിലിരുന്ന് ഹുസൈൻ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഫോട്ടോ ഇയാൾ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇയാളുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ബന്ധമുള്ള മുഖ്യമന്ത്രി പലതവണ ഇയാളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഹുസൈൻ അറസ്റ്റിലായതിന് ദിവസങ്ങൾക്ക് മുമ്പ്, ആ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുമ്പ് വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇദ്ദേഹം എത്തിയതായിട്ടും ശരിയായ വിവരങ്ങളുണ്ട്. കേസിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസിന് ഇതുവരെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ട് ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. രാജ്യാന്തര ബന്ധമുള്ള ഇത്തരം ഒരു MDMA പോലുള്ള രാസവസ്തു വിൽപ്പനയിൽ പ്രതിയാക്കപ്പെട്ട ആളുകളെ കസ്റ്റഡി അപേക്ഷ കൊടുത്ത് അതിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് തന്നെയാണ് കാണേണ്ടത്. റിമാൻഡിലുള്ള ആളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും തെളിവെടുക്കാനും പോലീസ് തയ്യാറാവുന്നില്ല എന്നത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അടുപ്പത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ വേറെ എന്താണ് അതിന് പറയാനുള്ള മറുപടി? ഇവർ അറസ്റ്റിലായ ദിവസം ആരെല്ലാം വിളിച്ചു എന്ന പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. ഫോൺ കോളും പണമിടപാടും വിശദമായി പരിശോധിച്ചാൽ അന്വേഷണം ഉന്നതരുടെ ഓഫീസിലേക്ക് കടക്കും എന്നത് വ്യക്തമാണ്. ഇതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് പോലീസ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത്. സ്വാഭാവികമായി ഫോൺ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ് പരിശോധിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ പോലീസ് അത് പൂട്ടിയിരിക്കുകയാണ്. ഫോൺ കോൾ റെക്കോർഡ് പരിശോധിക്കാൻ വിലക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ MDMA കടത്ത് കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇപ്പോഴും ജില്ല തന്നെ കാസർഗോഡാണല്ലോ, കാസർഗോഡ് നിന്ന് മാറ്റിയപ്പോൾ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലേക്ക് എടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം ഒരു തരത്തിലും മുമ്പോട്ടേക്ക് പോകരുത്. സ്വന്തക്കാരെ തൊട്ടാൽ ഏത് തൂഫാനും കെട്ടടങ്ങും എന്നതാണ് UDF സർക്കാർ നൽകുന്ന സന്ദേശം. ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണെന്നാണ് ഹൈക്കോടതി ഇതിനിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഗുരുതര പരാമർശം കോടതി നടത്തിയത്. കുറ്റക്കാരെ സംരക്ഷിക്കാൻ അറസ്റ്റ് സമയത്ത് പോലീസ് ഒത്തുകളിച്ചു എന്നാണ് ആ കേസിൽ കോടതി തന്നെ വ്യക്തമാക്കിയത്, ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയത്. സമാനമായ വീഴ്ചയാണ്
ടി ജി മോഹൻദാസിൻ്റെ അറസ്റ്റിലും പോലീസും നിയമവകുപ്പും കാട്ടിയത്. ക്രിമിനലുകളെയും മയക്കുമരുന്ന് സംഘത്തെയും വിദ്വേഷ പ്രചാരകരെയും സംരക്ഷിക്കുകയാണ് പോലീസ് ചെയ്യുന്നത് എന്ന ആരോപണം വസ്തുതാപരമാണ് എന്നതാണ് കാണാൻ സാധിക്കുക. യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ്, കണ്ണൂർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികൾ നടന്ന തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ SFI വൻ വിജയം കരസ്ഥമാക്കുകയുണ്ടായി. കാലിക്കറ്റിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ UDSF ജയിച്ചത്. കഴിഞ്ഞ തവണ 100 വരെ വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് അവർ ജയിച്ചതെങ്കിൽ ഇപ്രാവശ്യം 2 മുതൽ 17 വരെ വോട്ടുകൾക്കാണ് SFIക്ക് തോൽക്കേണ്ടി വന്നത്. പാലക്കാട്, തൃശ്ശൂർ, വയനാട് എക്സിക്യൂട്ടീവുകൾ SFI വിജയിക്കുകയുണ്ടായി. സെനറ്റ് ഇലക്ഷനിൽ ഫെറ്റേണിറ്റിയെ, അതിലൊരാളെ സെനറ്റ് അംഗമായി പരിഗണിക്കാമെന്ന് MSF കൊടുത്ത അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അത് എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ വോട്ടുകൾ, ഈ ഫ്രട്ടേണിറ്റിയുടെ വോട്ടുകൾ, അവർക്ക് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, ആ സ്ഥാനാർത്ഥിക്ക് നൽകാതെ ഈ UDSFന് നൽകി. അതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ജയിക്കുന്നത്. KSU MSFും കൊണ്ട് മാത്രം ജയിക്കില്ലായിരുന്നു. ഫ്രട്ടേണിറ്റിയുടെ വോട്ട് കൂടി നേരത്തെ പറഞ്ഞ ഒരു സെനറ്റിലേക്ക് ഒരാളെ കൊടുക്കാം എന്ന വാഗ്ദത്തത്തോടു കൂടി MSFുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറിൻ്റെ വെളിച്ചത്തിലാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. വലിയ തോതിലുള്ള പണം, ഇപ്പം BJPയെ പറ്റി വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പണം 4-4.5 കോടിയെല്ലാം ഓരോ മണ്ഡലത്തിലും ചിലവാക്കി, അതിൻ്റെ വിവാദങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റി ഇലക്ഷനിൽ പോലും ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കൗൺസിലർമാരെ പിടിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച് നടപ്പിലാക്കിയിട്ടുള്ള കാര്യം പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓരോരുത്തരെയും കണ്ട് അവർക്ക് 1 ലക്ഷം തരാം, നിങ്ങൾക്ക് തൊഴിൽ തരാം എന്നുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു എന്നും ചിലർ അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പൊതുതെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന വലതുപക്ഷ മേഖലയിൽ ഈ പണം ഒഴുക്കുന്ന രീതി കേരളം ചർച്ച ചെയ്യുമ്പോൾ, അതേപോലെ യൂണിവേഴ്സിറ്റി ഇലക്ഷനിലും പണം ഒഴുക്കുന്ന രീതി നമ്മളിപ്പം കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടത്. സാധാരണ രീതിയിൽ VD സതീശൻ്റെ പറ്റി എല്ലാവരും ഇപ്പോൾ ഏതാണ്ട് അംഗീകരിച്ചിട്ടുള്ളതാണ്, അദ്ദേഹം ഇങ്ങനെ ഇടക്ക് കളവ് പറയുന്നു എന്നുള്ള കാര്യം. യഥാർത്ഥത്തിൽ വിവരാവകാശ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ വിഴിഞ്ഞം തുറമുഖ കമ്പനിയിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇവിടെ ഞാൻ അറിയില്ല, അസംബ്ലിയിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയാണ്. അദാനി ഗ്രൂപ്പിൻ്റെ കയ്യിലുള്ള ഷെയർ 49% MSCക്ക് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 29, അതായത് പരമാവധി അവർക്ക് വിൽക്കാൻ സാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പണത്തിൻ്റെ അപ്പുറത്ത് 49% ഷെയർ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ട് എന്ന വ്യവസ്ഥക്കനുസരിച്ച് ഞങ്ങളോട്, സംസ്ഥാനത്തോട് ആ കാര്യം ചോദിച്ചിട്ടില്ല, അതറിയില്ല എന്നും, അങ്ങനെ അറിയാതെ MSCക്ക് ഷെയർ വിൽപ്പന നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതൃപ്തി, അത് ഞങ്ങൾ അദാനി ഗ്രൂപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഇതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞത് പച്ച കള്ളമാണ് എന്ന് വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അതൃപ്തി അറിയിച്ച് അദാനി ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാരോ തുറമുഖ വകുപ്പോ നോട്ടീസോ കത്തോ നൽകിയിട്ടില്ലെന്ന് തുറമുഖ വകുപ്പ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യത്തിനുള്ള മറുപടിയിൽ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ ഈ അതൃപ്തി അറിയിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണ്. അങ്ങനെ ഒരു അതൃപ്തി കത്തായിട്ടോ അതുപോലെ തന്നെ നോട്ടീസായിട്ടോ അറിയിച്ചിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമം അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത്.
49% ഷെയർ MSCക്ക് നൽകില്ല, അല്ലെങ്കിൽ നൽകും. ഇതേതെങ്കിലും ഒന്ന് പറയാൻ. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചതിന് ശേഷം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒന്നും വ്യക്തതയോട് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം.